ഹായ് എവരിവൺ. ഇന്ന് എൻ്റെ ഒരു ഷോപ്പിംഗ് ഡേ ആണ്. ഞാൻ കുറച്ച് ഡ്രസ്സും കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുറത്തേക്ക് പോവാണ്. ഞാൻ ഇന്ന് എങ്ങോട്ടാ പോണേ, ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ഡേ എന്നൊക്കെ നിങ്ങളുടെ ഈ വീഡിയോയുടെ എൻ്റെ വരെ കാണണം. അപ്പം നമുക്ക് ആദ്യം റെഡി ആവാം. ആദ്യം എൻ്റെ സിമ്പിൾ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഫേസിൽ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഫേസ് സ്കാനഡ് 3-in-1 ഫൗണ്ടേഷനും പിന്നെ പ്രൈമറും കൂടി ഞാൻ മിക്സ് ചെയ്ത് ഫേസിലിട്ടു. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഈ പ്രൊഡക്ട്സ് എല്ലാം ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കൊടുക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. അതിന് പിന്നെ എൻ്റെ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കായ മെബ്ലൈൻ്റെ ഒരു ഷെയ്ഡ് ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു മസ്കാര, മെബ്ലൈൻ്റെ എൻ്റെ മസ്കാര നന്നായിട്ട് ഇട്ട് കൊടുത്തു. മസ്കാര ഇല്ലാത്തൊരു യാത്ര എനിക്ക് ഉണ്ടാവാറില്ല, എൻ്റെ ഫേവറേറ്റാണ് മസ്കാര. അത് കഴിഞ്ഞ് പിന്നെ ഒരു കോസിക്കേണ്ട ഒരു ക്രീമും കൂടി ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്തു. പിന്നെ ആ ഒരു മെബ്ലൈൻ്റെ ഐലൈനർ ഉപയോഗിച്ച് ഐലൈൻ ചെയ്തു. പിന്നെ കാജൽ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഐ ഷാഡോ പാലറ്റിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് ഇട്ടിട്ട് കണ്ണിന് മേളിൽ ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്തു. പിന്നെ മസ്കാര ഇട്ട് പിന്നെ ഞാൻ എൻ്റെ ബ്ലഷും കൂടി ഇട്ട് എൻ്റെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്, ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള ലുക്ക് ഇതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മെട്രോയിലാണ്. മെട്രോ കയറിയാണ് നമ്മൾ ഇന്ന് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ലിഫ്റ്റിൽ കയറാം. മെട്രോ കയറിയിരിക്കുകയാണ്, അതായത് ലിഫ്റ്റ് കയറി മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടാണ് പുറത്ത്, നമുക്ക് കാണാൻ മനസ്സിലാവും. ഞാൻ നന്നായിട്ട് വിഷത്ത് കുഴിച്ച്, ഇത്ര ചൂടാണ്. സൂര്യൻ കത്തി ചൊലിച്ച് നിൽക്കാണ് പുറത്ത്. എന്നാൽ നമ്മുടെ മെട്രോയിലെ തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. ഇനി നമ്മൾ പോകുന്നത് ഒബ്രമോന്നാണ്. അവിടെ പുതിയൊരു സ്റ്റോർ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ടൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. അങ്ങോട്ടേക്ക് പോകാം. ഒബ്രമോൾ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ വന്ന് മാറ്റമെന്ന് നോക്കാം. ഞാൻ കൂടുതൽ ഷോപ്പ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത് എറണാകുളമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഫാഷൻ കൂടുതലും ട്രെൻഡ് എല്ലാം ഫോളോ ചെയ്യുന്നത് കൂടുതലും എറണാകുളത്തുള്ളവരാണ്. അപ്പൊ അവിടെ എന്ത് പുതിയ ട്രെൻഡ് വന്നാലും ഇവിടെയുള്ള ഷോപ്സിലായിരിക്കും ആദ്യം വരാം. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു പൊളിച്ച് നോക്കാം. പറഞ്ഞ ശരിയാണ് ഗൈസ്, നമ്മുടെ ഒബ്രമോൾ റിനോവേറ്റ് ചെയ്തിട്ട് അടിപൊളി സംഭവമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒബ്രമോളിനുള്ളിലേക്ക് കയറാം. കമോൺ. പിന്നിലെ പുറത്ത് മാത്രമാണ് റിനോവേഷൻ നടന്നിട്ടുള്ളൂ. അകത്തെല്ലാം പഴയ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എല്ലാ സംഭവങ്ങളും അതേപോലെ തന്നെയുണ്ട്. ഇതാണ് പുതിയ സ്റ്റോർ, ഈ സ്റ്റൈൽ യൂണിയൻ. അപ്പൊ നമുക്ക് ഈ സ്റ്റോറിനുള്ളിലേക്ക് കയറാം.
ഞാൻ ഈ പ്രാവശ്യം ഒരു ഷർട്ട് മേടിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. കുഴപ്പമൊന്നുമില്ല, അഫോർഡബിൾ റേഞ്ചിലുള്ള ഡ്രസ്സൊക്കെ എനിക്ക് ഉണ്ട് ഇവിടെ. ഇത് വന്നിട്ട് 699 ആണ്, നല്ലതാണ്. പിന്നെ വേറൊരു പാറ്റേൺ ആണത്. $499 കുർത്തീസ് ആണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. പിന്നെ ഈ സെറ്റ് വന്നിട്ട് 299 ആണ്, നല്ല അടിപൊളിയാണ് സെറ്റ് വന്നിട്ട് നല്ല. പിന്നെ ഞാൻ ഈ ബ്ലൂ കളർ ഷർട്ട് ഞാൻ ആദ്യം ഇട്ട് നോക്കും. ചെക്ക് ഷർട്ടാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തെങ്കിലും പ്രാവശ്യം ഒരു ഷർട്ട് മേടിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഷർട്ട് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എനിക്ക് ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു ബ്ലാക്ക് ജീൻസിൻ്റെ അപ്പോൾ ഈ ഷർട്ട് ഇടുന്നുണ്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു പെനിയൻ എടുത്തു ഞാൻ, പക്ഷേ എനിക്കത് സെറ്റായില്ല. ഞാൻ ഇച്ചിരി ഗുണ്ട് ചെയ്താണ് തോന്നുന്നത്, എനിക്കത് സെറ്റാവാത്ത പോലെ തോന്നലുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഞാൻ ഇതെടുത്തില്ല, ഞാൻ ഷർട്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. പിന്നെ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടപ്പോൾ എനിക്കൊരു എക്സിക്യൂട്ടീവ് ലുക്ക് പോലെ തോന്നി, എനിക്കത്രയും സെറ്റായില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എന്നാലും എനിക്ക് ബ്ലൂ കളർ ഷർട്ട് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഷർട്ട് എടുത്തില്ല. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അടിപൊളിയായിട്ടൊക്കെ ചേരുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഇതിൻ്റെ കുറച്ച് സ്മോൾ സൈസ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് എനിക്ക് എടുത്തില്ല. ഇത് ഓക്കെ ആയിരുന്നു, പക്ഷേ ഞാൻ ചെറിയ സൈസും കൂടി നോക്കി, പക്ഷേ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ അതെടുത്തില്ല. ഇത് ഞാൻ ഇട്ടെങ്കിലും എനിക്കിത് സെറ്റായില്ല. ഒരു ബനിയൻ ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ ഹുഡി വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അധികം സെറ്റായില്ല. ഞാൻ ബ്ലൂ കളർ ഷർട്ടാണ് എടുത്തത്. ഇതും ഞാൻ ട്രൈ ചെയ്ത കൂട്ടത്തിൽ ഒന്ന് ഇട്ട് നോക്കണം എന്ന് വിചാരിച്ച് ഞാനൊന്ന് യൂസ് ചെയ്തതാണ്. ഇത് ലേഡീസിന് മാത്രമല്ല ജെൻസിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് അവിടെ കണ്ടതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവിടെ ജ്വല്ലറി കളക്ഷൻസ്, റോസ് ഗോൾഡിൻ്റെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ബാംഗിൾസും ഇയറിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പെർഫ്യൂംസും ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ വന്നിട്ട് ഒരു സെറ്റ് ബാംഗിൾസ് ഒക്കെ ആയിട്ട് നമ്മുടെ ട്രെൻഡി ആയിട്ടുള്ള ബാംഗിൾസ് ആണ്. ഇത് റേറ്റ് വന്നിട്ട് 599 ഒക്കെയാണ്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ച് പോവാണ്. പോവല്ല, നല്ല വിശപ്പെട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ഏതാ ഡ്രസ്സ് എടുത്തതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. 10 മിനിറ്റ് സമയം ചോദിച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഈ സ്റ്റൈൽ യൂണിയൻ്റെ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ. പിന്നെ അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എല്ലാ കിഡ്സിനായാലും ജെൻസിനായാലും ലേഡീസിനായാലും എല്ലാവർക്കും നല്ല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റേറ്റ് ആയാലും നമുക്ക് നമ്മുടെ ബഡ്ജറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റാണ് അവിടെ വരുന്നത്. പിന്നെ അവിടെ കുറേ ആക്സസറീസ് ഉണ്ട്, പിന്നെ പെർഫ്യൂംസ് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. എല്ലാവരും അവിടെ വന്ന് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കണം. കളക്ഷൻസ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് കൂടുതലും ലേഡീസിലാണ് ഒരുപാട് കളക്ഷൻസ് വന്നേക്കാൻ തോന്നുന്നത്. പിന്നെ കിഡ്സിനായാലും എല്ലാത്തിനും, എല്ലാ ജെൻസിനായാലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ കൂടുതലും ലേഡീസിനാണ് അവിടെ കളക്ഷൻ വന്നിട്ട്. പിന്നെ പെർഫ്യൂംസ്, പിന്നെ ഇയറിങ്സ്, അങ്ങനെ കുറേ നല്ല നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും വരണം അവിടെ.
എന്റെ ഫേവറേറ്റ് ബിരിയാണി വന്നു. ദേ ഞാൻ കഴിക്കാൻ പോവാണ്. മലബാർ ദം ബിരിയാണി എന്നാണ് പറഞ്ഞത്. നല്ല ചോറ, നല്ല ഫുഡൊക്കെ കഴിച്ചത് താഴേക്ക് വന്നപ്പോഴാണ് ഞാനൊരു കട കണ്ടത്. അപ്പൊ അങ്ങോട്ട് കയറാന്ന് വിചാരിച്ചു. ഇവിടെ ടീഷർട്ടിന് കളക്ഷൻ വരുന്നതിൽ ഒരു 300-ന് വരുന്നത് 299 വരുന്ന ടീഷർട്ടിന് ഇവിടെ 249 ആണ്. അതുപോലെ തന്നെ 199 വന്ന ടീഷർട്ടിനും 169 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് നടന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ 2-3 ഇങ്ങനെ മുട്ടകൾ ഇങ്ങനെ തുറന്നു വെച്ചാൽ പോലുള്ള സിറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സംഭവം ഉണ്ട്. അതും ഇങ്ങനെ ഇരിക്കണു. ഞാൻ വാഷ്റൂമിൽ പോയതാ ഗൈസ്. പിന്നെ എൻ്റെ പൊട്ട് പോയി. എനിക്ക് എൻ്റെ പൊട്ട് മെയിനാണ്. എൻ്റെ ഫേസിൽ എനിക്ക് പൊട്ടില്ല തന്നെ കാണാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ഞാൻ ഇവിടെ ഒന്ന് കയറി നോക്കി ഈസി ബൈയില്. പക്ഷേ വിചാരിച്ചത്ര വലിയ കളക്ഷൻസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര കളക്ഷൻ വളരെ കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ കളക്ഷൻസ് വളരെ കുറവാണ്. ഇനി അടുത്തത് വന്നേക്കുന്ന സ്ഥലമാണ് യൂസ്റ്റ. ഇത് അത്യാവശ്യം എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഒരു മോൾ തന്നെയാണ് ഇത്. നമുക്ക് അങ്ങോട്ട് കയറാം. ഇവിടെ നല്ല കളക്ഷൻസ് കണ്ടിട്ട് ഞാൻ സത്യം ഞെട്ടിപ്പോയി. നല്ല അടിപൊളി വെറൈറ്റീസ് ആയാലും ടോപ്പിലായാലും ഒക്കെ നമുക്കെല്ലാം കാണാം. നല്ല ബാഗുണ്ട് ഇവിടെ, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി ബാഗാണ്. എനിക്കൊരു ബാഗിന് വലിയൊരു ആവശ്യമായിട്ടിരിക്കുകയുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്, സംഭവമൊക്കെ ഇഷ്ടമായി.
ഈ 2 ബാഗിൽ ഏറ്റവും നല്ല ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗ് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇടണേ. എനിക്ക് റെഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പക്ഷെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം. ഒരു നല്ല അടിപൊളി കോഡ് സെറ്റ് ഉണ്ട് നോക്കി. ഇത് 399 പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനൊപ്പത്തൊരു കോമ്പിനേഷൻ പോലെ ഈ ഒരു പാൻറ്റും കൊടുത്ത് അടിപൊളിയായിരിക്കും. ഈ ഒരു കോഡ് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പിന്നെ നോക്കട്ടെ, എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. പിന്നെ ഇതേപോലെ തന്നെ നല്ല ഒരു ക്രോപ്പ് ടോപ്പ് പോലെ നല്ല വെറൈറ്റി ഓഫ് ഡ്രസ്സുകൾ കുറെ വന്നിട്ടുണ്ട്, ടോപ്പുകളൊക്കെ. പിന്നെ നല്ല ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള കുറെ ഉടുപ്പുകള് എല്ലാം നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസ് ആണെന്ന് തോന്നുന്നു, 969 വരുന്നുണ്ട് ഈ ഒരു ടോപ്പ്. ഇന്നെ ഷോപ്പിംഗ് അവസാനിക്കാണ്. അതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. മെട്രോ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ ഗൈസ്, ബൈ.